ഒന്നാം വട്ടം, രണ്ടാം വട്ടം, മൂന്നാം വട്ടം ഇങ്ങനെ ഭരണം പിടിക്കുക എന്നതല്ല നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. മറിച്ച് വികസനത്തിൻ്റെ ഒന്നാം വട്ടം, രണ്ടാം വട്ടം, മൂന്നാം വട്ടം. അങ്ങനെയാണ് മോദിയുടെ ആ യാത്ര. അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം കൂടി നരേന്ദ്രമോദിയുടെ കൈവെള്ളയിൽ ഇരിക്കും എന്നത് തർക്കമില്ലാത്ത വിഷയം. അഷ്ടലക്ഷ്മിയുടെ മണ്ണിനെ വിമാനമിറങ്ങുന്ന മണ്ണാക്കിയ മഹാവിസ്മയം കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഒന്നടങ്കം അതിശയിപ്പിച്ചു. അതാണ് വികസനത്തിന്റെ മഹാവിസ്മയം. ഇതാണ് എൻ്റെ അസം, ഇതാണ് എൻ്റെ ബ്രഹ്മപുത്ര. ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാൻ ഓരോ ഭാരതീയനും അഭിമാനിക്കാം എന്ന മോദിയുടെ വാക്കുകൾക്ക് വികസനത്തിന്റെ രത്നത്തിളക്കം. ഗുവാഹത്തിയുടെയും വടക്കൻ ഗുവാഹത്തിയുടെയും ഒക്കെ മുഖച്ഛായ മാറ്റുന്ന കുമാർ ഭാസ്കർ വർമ്മ പാലം. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 3300 കോടി രൂപ ചിലവഴിച്ചാണ് ഈ 6 വരി പാലം നിർമ്മിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് പാലം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗർഡർ പാലങ്ങളുടെയും കേബിൾ പാലങ്ങളുടെയും സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചുള്ള ആധുനിക സാങ്കേതിക വിദ്യ. പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ ഗുവാഹത്തിയിൽ നിന്നും വടക്കൻ ഗുവാഹത്തിയിലേക്കുള്ള യാത്രാസമയം 45 മിനിറ്റിൽ നിന്നും വെറും 7 മിനിറ്റായി ചുരുങ്ങും. 8.4 കിലോമീറ്റർ നീളമുള്ള കണക്ടിവിറ്റി കോറിഡോറിന്റെ ഭാഗമായ ഈ പാലം അസമിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള മേഖല ആയതിനാൽ പ്രത്യേക ബേസ് ഐസൊലേഷൻ സാങ്കേതിക വിദ്യയും പാലത്തിന്റെ ആരോഗ്യനില തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. പാലം ഉദ്ഘാടനത്തിന് മുന്നോടിയായി ദിബ്രുഗഡിൽ നടന്ന ചരിത്രപരമായ ചടങ്ങാണ് പക്ഷെ രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് സ്ട്രിപ്പിൽ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പറന്നിറങ്ങി. ദേശീയപാതയിലെ മൊറാൻ ബൈപ്പാസിൽ ഏകദേശം 100 കോടി രൂപ ചിലവഴിച്ചാണ് 4.2 കിലോമീറ്റർ നീളമുള്ള ഈ റൺവേ നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധകാലത്തോ പ്രകൃതിക്ഷോഭ സമയത്തോ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും ലാൻഡിങ്ങിനായി ഈ ഹൈവേ ഉപയോഗിക്കാൻ സാധിക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സുഖോയ് 30, MKI, റഫാൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും നടന്നു. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ ഇത്തരമൊരു സൗകര്യം വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ കരുത്ത് തന്നെയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയെ കോൺഗ്രസ് അവഗണനയുടെ പടുകുഴിയിലേക്ക് തള്ളിയപ്പോൾ തങ്ങൾ ആ മണ്ണിനെ അഷ്ടലക്ഷ്മിയായി ആരാധിച്ചു, വികസിപ്പിച്ചു. ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഗുവാഹത്തിയിൽ നടന്ന കൂറ്റൻ റാലിയിൽ 10,000ങ്ങളെ സാക്ഷിയാക്കിയാണ് പ്രധാനമന്ത്രി വികസനത്തിന്റെ കണക്കുകൾ നിരത്തിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസമിൽ വികസന വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മോദി. കോൺഗ്രസ് ഭരണകാലത്തേക്കാൾ 5 ഇരട്ടി അധികം തുക അസമിനായി ചെലവഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അസമിന് നികുതി വിഹിതമായി ലഭിച്ചിരുന്നത് വെറും 10,000 കോടി രൂപയായിരുന്നു എങ്കിൽ BJP സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ 5.5 ലക്ഷം കോടി രൂപയാണ് വികസനത്തിനായി നൽകിയത്. ഈ വർഷത്തെ ബജറ്റിൽ മാത്രം 50,000 കോടി രൂപയാണ് സംസ്ഥാനത്തിനായി വകയിരുത്തിയത്. വികസനത്തിനായി പണം നൽകാൻ മടിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ അസമിനെ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും മോദിയുടെ ചോദ്യം. 2014 ശേഷം വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള 125ഓളം പ്രതിഭകൾക്ക് പത്മ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചതും ഈ മേഖലയോടുള്ള കരുതലിന്റെ തെളിവാണ്. അസമിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് മൊറാൻ ഹൈവേയിലെ എമർജൻസി ലാൻഡിംഗ് സൗകര്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഹൈവേകളിൽ വാഹനങ്ങൾ ഓടുക മാത്രമല്ല, യുദ്ധവിമാനങ്ങൾ വരെ ലാൻഡ് ചെയ്യുന്ന അത്ഭുതമാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 330 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കുമാർ ഭാസ്കർ വർമ്മ സേതുവും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. നദിയിലെ ജലസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു. ബൂത്ത് തലത്തിലുള്ള BJP പ്രവർത്തകരെ പാർട്ടിയുടെ ഓക്സിജൻ എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് താഴെത്തട്ടിലുള്ള ഓരോ പ്രവർത്തകനുമാണ്. ഞാനൊരു BJP പ്രവർത്തകനാണ് എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ യോഗ്യത, മോദി വൈകാരികമായി പറഞ്ഞു. ഗുവാഹത്തിയിൽ IIM ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തതും നഗരത്തിൽ 100 ഇലക്ട്രിക് ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തതും അസമിനെ വികസിത ഭാരതത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മസ്.